ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസം, കേരളക്കരയുടെ സ്വകാര്യ അഹങ്കാരം, കറുത്ത മുത്തെന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം IM വിജയേട്ടന് യാത്ര അയക്കുന്ന ഒരു വേളയിലാണ് നമ്മളിപ്പോ മലപ്പുറം പാങ്ങിലുള്ള മലയിൽ ഫാം ഹൗസിലാണ് കേട്ടോ. വിജയേട്ടനും ടീമും എല്ലാം ഇവിടെ ഉണ്ട്. വിജയേട്ടൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇന്ത്യയിലുടനീളം ഫുട്ബോൾ കളിച്ച വ്യക്തി എന്ന നിലക്ക് മലപ്പുറത്തിനെയും മലപ്പുറത്തിന്റെ ഫുട്ബോളിനെയും പറ്റി എന്താ പറയാനുള്ളത്? ഇല്ല, മലപ്പുറം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത് നമ്മളെ IM വിജയനായത് തന്നെ മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം മീൻസ് മലബാറിൽ നിന്നാണ്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു റിട്ടയർഡ് ചെയ്യുന്നത്. ഞാൻ MSP റിട്ടയർഡ് ചെയ്തതാണ്. മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. ഫുട്ബോളിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവരാണ്. പിന്നെ മലയിൽ ഗദ്ദാഫി എന്നെ ഒരു ഇക്കാണ്, ഫ്രണ്ടല്ല, ഒരു മൂത്ത ഇക്ക എന്നൊക്കെ ആളുടെയാണ്. നമ്മളെ ഈ പോലീസ് ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ഇക്കയാണ്. പിന്നെ മലപ്പുറത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഫുട്ബോളിൻ്റെ മെക്ക എവിടെയെന്ന് വെച്ചാൽ എല്ലാവരും കളിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറയാറുണ്ട് മലബാറിലാണ്. കാരണം അത്രയധികം ഫുട്ബോൾ പ്രേമികൾ, ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുള്ളതാണ് ഇവിടെ. കേരള പോലീസിനും കളിച്ചിട്ടുണ്ട്, അതിൻ്റെ എതിരെ കേരള പോലീസിൻ്റെ എതിരെ മോഹൻബാനിയും കളിച്ചിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ടേഴ്സ് കളി മാത്രം, പന്ത് കളി എങ്ങനെയാണ് ആരമായി കളിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു കോഴിക്കോട് ആയാലും മലപ്പുറത്തുള്ളത്. ഷർഫ്ക വിജയേട്ടൻ്റെ കൂടെ ഇന്ത്യൻ ടീമിലും കേരള പോലീസ് ടീമിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു യാത്രയപ്പിൻ്റെ സമയത്ത് വിജയേട്ടനെ പറ്റി മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്നിട്ട് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരം പത്മശ്രീ ഡോക്ടർ IM വിജയന് അവന് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ മലപ്പുറത്ത് വെച്ച് കേരള പോലീസ് ടീം അംഗങ്ങളുടെ ഒരു യാത്രയപ്പ് കൊടുക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. അതിന് ഞങ്ങൾ വേദി ഒരുക്കി തന്നത് മലയിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ മുഹമ്മദ് ഗദ്ദാഫി സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ മലയിൽ റിസോർട്ട് അതിന് വിട്ടുവന്നിരിക്കുകയാണ്, ഫാം ഹൗസ് വിട്ടുവന്നിരിക്കുകയാണ്. പുറമെ ഇന്ന് 28-ാം തീയതി ഒരു ഫുട്ബോൾ മത്സരം, ആ ടീമംഗങ്ങൾക്ക് വരാനും താമസിക്കാനും വേണ്ട എല്ലാ സൗകര്യവും അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. മലപ്പുറത്തിൻ്റെ ഒരു സ്നേഹം എന്താണെന്ന് അദ്ദേഹം അതിലൂടെ എല്ലാ ടീമംഗങ്ങൾക്കും, ഞങ്ങൾക്ക് സ്പോർട്സ് പ്രേമികൾക്കും കാണിച്ചു തന്നിട്ടുണ്ട്. വിജയന് റിട്ടയർമെൻറ്റ് കൊടുക്കണമെന്ന് ടീമംഗങ്ങളായ സന്തോഷ് ട്രോഫി താരങ്ങളായ ക്യാപ്റ്റൻ കുരികേഷ് മാത്യു, തോബിയാസ്, ചാക്കോ, ഹബീബ് റഹ്മാൻ, സക്കീർ, സന്തോഷ് തുടങ്ങി മുൻകാല സന്തോഷ് ട്രോഫി താരങ്ങൾ, ഇൻ്റർനാഷണൽ താരങ്ങൾക്ക് ഉൾപ്പെടുന്ന കേരള പോലീസ് ടീം അംഗങ്ങൾക്ക് ഒരവസരം മലപ്പുറത്ത് വെച്ച് കൊടുക്കാൻ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. കേരളത്തിന് വേണ്ടിയിട്ട് സന്തോഷ് ട്രോഫിയും ഫെഡറേഷൻ കപ്പും നേടിക്കൊടുത്ത ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് സാറ് മലപ്പുറത്താണ് കൂടുതലായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. മലപ്പുറത്തിൻ്റെ ഫുട്ബോളിനെ പറ്റി, മലപ്പുറത്തിൻ്റെ ആളുകളെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് മലപ്പുറത്ത് വരുന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്നെ ഫുട്ബോളിനോട് വളർത്തിയതും അതുപോലെ എൻ്റെ ഔദ്യോഗിക ജീവിതവും അധികവും ഞാൻ ഇവിടൊക്കെ തന്നെയായിരുന്നു, മലപ്പുറത്തായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ MES കോളേജ് മമ്പാട് പഠിച്ച് അങ്ങനെ മലപ്പുറമായിട്ട് എനിക്ക് 1975 കാലഘട്ടം മുതലേ എനിക്ക് പരിചയമുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫുട്ബോളിൽ വളരെ ഉയർച്ചയുണ്ടായിട്ടുണ്ട്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഈ മലയിൽ ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന വിജയൻ്റെ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുവാനും ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് എങ്ങനെ വാക്കുകളില്ല അതിനകത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ. മലപ്പുറം എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ മക്കയാണ്. എല്ലാ തരത്തിലും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. അവിടെ വീണ്ടും എനിക്ക് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഹബീബ് സാറേ, ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. MSP അസിസ്റ്റന്റ് കമാൻഡന്റ് കൂടാതെ വിജയൻ സാറിൻ്റെ കൂടെ ഗ്രൗണ്ടിൽ ഒരുപാട് കളിച്ചിട്ടുമുണ്ട്. എന്താണ് പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ? ഞാൻ വിജയനെ കാണുന്നത് 1986 ആലുവ FACT ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. നമ്മൾ ഇന്റർ സ്കൂൾ ഡിസ്ട്രിക്ട് കളിക്കാൻ പോകുമ്പോഴാണ് വിജയൻ തൃശ്ശൂരിന് കളിക്കുന്നത്. അന്ന് മുതലുള്ളൊരു സൗഹൃദമാണ്. 1990 ഞാൻ പോലീസിൽ വരുമ്പോൾ വിജയൻ അവിടെ 2 വർഷം പിന്നിട്ടിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ ഫെഡറേഷൻ കപ്പിനും അതുപോലെ പല ടൂർണമെൻറ്റുകളിൽ, വലിയ വലിയ ടൂർണമെൻറ്റുകളിലൊക്കെ ഒരുമിച്ച് കളിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൗത്തിലുള്ള ഏറ്റവും വലിയ ഒരു പ്ലെയർ തന്നെയാണ് വിജയൻ. കാരണം നമുക്ക് ഏഷ്യൻ കൺട്രീസ് എടുത്താൽ ഇത്രയും നല്ലൊരു ടാലൻ്റ് ആയിട്ടുള്ള പ്ലെയറെ നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല. അത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അവൻ്റെ കൂടെ കളിക്കുക, അതേപോലെ അവൻ്റെ ഒരു കൂട്ടുകാരനാകാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതിലുപരിയായിട്ട് മലപ്പുറത്ത് MSCയിൽ നിന്ന് റിട്ടയർഡാൻ വിജയൻ്റെ റിട്ടയർമെൻറ്റിന് ചുക്കാൻ പിടിക്കാൻ സാധിച്ചത് അതിലേറെ സന്തോഷം തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഞങ്ങളുടെ കേരള പോലീസ് ഫുട്ബോൾ ടീമിന് ഇങ്ങനെ ഗെറ്റ് ടുഗദർ നടത്തുമ്പോൾ അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയാക്കി തീർക്കാൻ വേണ്ടി നമ്മളുടെ മലയിൽ ഗ്രൂപ്പിൻ്റെ മുഹമ്മദ് ഗദ്ദാഫി, നമ്മൾക്ക് ഗദ്ദാഫിയൊക്കെ എന്ന് വിളിക്കുന്ന ഗദ്ദാഫി,
ഇതിന് മുൻകൈ എടുത്തതിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. വിജയേട്ടന്റെ റിട്ടയർമെന്റ് മാച്ചിന് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ എല്ലാവരും. നമ്മളിപ്പോൾ മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലാണ്. കളി തുടങ്ങാൻ പോവുകയാണ്. മുൻ കേരള ക്യാപ്റ്റൻ ആസിഫ് സഹീറിന്റെ നേതൃത്വത്തിൽ മലപ്പുറം വെട്ടൻസ് 11 IM വിജയന്റെ നേതൃത്വത്തിൽ കേരള പോലീസും ആണ് ഇന്നിവിടെ കളികൾ നടക്കാൻ പോകുന്നത്. ഇനി ഉണ്ടാകുമോ ഇതുപോലൊരു കളിക്കാരൻ? വിജയേട്ടന്റെ ഫാനാണോ? അതെ, എല്ലാം ഞാൻ വിജയേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു. FC കൊച്ചിൻ വരുമ്പോൾ ക്യാമ്പിലും ഫ്ലാറ്റിലും ഒക്കെ. വിജയേട്ടനെ പറ്റി എന്താ പറയാനുള്ളത്? എന്താ പറയുക, ഇതുപോലൊരു സാധനം ഇനിയും ഉണ്ടാകാൻ സാധ്യത ഉണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് വളരെ നഷ്ടമായിരിക്കും ഫുട്ബോൾ ലോകത്തിന്. പിന്നെ ഇതുപോലൊരു സാധനം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങോ? ഇറങ്ങാൻ വിജയം നിശ്ചയിക്കണം. അടുത്ത ക്യാമ്പ് തുടങ്ങട്ടെ. അതെ, അക്കാഡമി കേരളത്തിന്റെ കറുത്ത മുത്താണ്. കറുത്ത മുത്ത് തന്നെ ഇന്ത്യയുടെയും മുത്തല്ലേ? അതെ. പിന്നെ കേരളത്തിന് തന്നെ ഇന്ത്യയുടെയും മുത്തല്ലേ? അതെ. നിങ്ങളെ പേരെന്താ? എന്റെ പേര് അബ്ദുൽ റഹ്മാൻ, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിക്കാർ അബ്ദുറഹ്മാൻ കാണ്ടില്ലേ? തലമ ബോളുണ്ട്. ഞാൻ ഗോളിൽ നിൽക്കുമ്പോൾ സെക്കൻഡ് ഗോളിയായിരുന്നു ചാക്കോ. എന്റെ ഞങ്ങളുടെ പോസ്റ്റ് ഡിവിഷൻ ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി. അപ്പൊ കുര്യേഷമത്തൊക്കെ എന്റെ കൂടെ കളിക്കുന്നത്, ഞങ്ങൾ ഒന്നിച്ച് ക്ലബിന് ലീഗിനും അല്ല. ശരി. ഫുട്ബോളിന്റെ ഒരു സ്പിരിറ്റ് കണ്ടില്ലേ? ഇതാണ് അല്ലേ? ഞാൻ കളിയേണ്ടതിനും പോവും. കണ്ടോ, കാറ്റത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണ്ടേ? അതെ, നല്ല കാറ്റാണ് കേട്ടോ. ആ കാറ്റിനെ കൺട്രോൾ ചെയ്തിട്ട് മൂപ്പര് നിർത്തിയിട്ടുള്ളത്. ചോദിച്ചാ IM വിജയൻ സാറിന് ഇന്നിപ്പോ മലപ്പുറത്ത് വെച്ചിട്ട് യാത്രയപ്പ് കൊടുക്കാണ്. ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന നിലക്ക് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ മെക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലം. അവിടെ വിജയേട്ടൻ ശരിക്ക് തൃശ്ശൂർക്കാരനാണെങ്കിലും വിജയേട്ടന്റെ ഔദ്യോഗികമായിട്ടുള്ള സമയങ്ങളിൽ കൂടുതൽ മലപ്പുറത്താണ്. ഇപ്പം മലപ്പുറത്തുകാർക്ക് ഇത് ഒരു എന്താ പറയാ, നമ്മളൊരു അഭിമാനമായി തോന്നുന്നുണ്ട് നമുക്ക്. കാരണം ഇങ്ങനെ ഒരു മലപ്പുറത്ത് തന്നെ വിജയേട്ടന് ഒരു യാത്രയപ്പ് ഔദ്യോഗികമായിട്ടല്ല, അത് കരിയർ എന്നല്ലല്ലോ. അപ്പം അത് മലപ്പുറത്ത് തന്നെ കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇത്ര ആവേശത്തോടുകൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. കേരള പോലീസ് ടീമിലും ഇന്ത്യൻ ഫുട്ബോളിലും IM വിജയൻ സാറിന്റെ കൂടെ ഗോൾ വല കാത്ത KT ചാക്കോ സാറിന് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാനും IM വിജയനും കൂടെ ഒന്നിച്ചാണ് പോലീസിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസാണ് ഞങ്ങൾ കളിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു വേൾഡ് കപ്പാണ് പോലീസിൻ്റെ. ഞങ്ങൾ ആദ്യമായിട്ട് അത് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നു. ഞങ്ങൾ ആ ടൂർണമെൻറ്റ് 2 ടൈം ബ്രേക്കർ, മൂന്നാമത്തെ BSF-ആയിട്ടുള്ള കളിയിൽ ഞങ്ങൾ ജയിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ആദ്യമായിട്ട് ട്രോഫി എടുത്ത് എനിക്കും വിജയനും അതിലൂടെയാണ് ഒരു ഓഫീസർ റാങ്കിലോട്ടുള്ള ഒരു പ്രൊമോഷൻ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ സന്തോഷ് ട്രോഫി കൊല്ലത്ത് കളിക്കുന്നത് 87-ലെ റണ്ണേഴ്സായി. അതിനുശേഷം ഞങ്ങൾ ആസാമിൽ പോകുന്നു. അതിനുശേഷം ഞങ്ങൾ നെഹ്റു കപ്പ് ഇന്ത്യക്ക് വേണ്ടി ഗോൾ വലയം കേൾക്കുന്നു. അത് നമ്മുടെ 5 മലയാളികൾ ഒന്നിച്ച് കളിക്കുന്നത്. ഷറഫ് അലി സാറ്, പാപ്പച്ചൻ, ഞാൻ, IM വിജയൻ, മാത്യു വർഗീസ്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഉള്ള ഒരു ജേർണിയായിരുന്നു. അതിനുശേഷം ഇവർ നേരെ കൽക്കട്ടയ്ക്ക് പോയപ്പോഴാണ് ഞങ്ങളുടെ ടീമിന് ഒരു വലിയ ഒരു തിരിച്ചടിയായി. അങ്ങനെ ടീം താഴോട്ട് പോയി. വിജയനും ഷറഫ് അലി സാറും സത്യനും ഒക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പോലീസ് ടീം ഇന്ത്യയിലെ ഫെഡറേഷൻ കപ്പ് നേടിയ 2 ടീമാണെങ്കിലും അതിലും ഉപരി എത്തുവാൻ സാധിച്ചതിനായിരുന്നു. തീർച്ചയായിട്ടും ഈ ടൂർണമെൻറ്റ് കളിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. നമുക്ക് പ്രായമൊക്കെ ആയെങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഞങ്ങളുടെ ലാസ്റ്റ് കണ്ണിയാണ് വിജയൻ. ആ ലാസ്റ്റ് കണ്ണിയിൽ ഞങ്ങൾ എല്ലാവിധ ആശംസകൾ അദ്ദേഹം നേരുന്നു. ഇനി അദ്ദേഹം അക്കാഡമി തുടങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് അറിഞ്ഞു. തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനമാകട്ടെ. കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ധാരാളം കളിക്കാർ വരട്ടെ എന്ന് ആശംസിക്കുന്നു. മുൻ കേരള ഫുട്ബോൾ ക്യാപ്റ്റൻ ആസിഫ് സഹീർ കാക്ക് വിജയൻ സാർ റിട്ടയർമെന്റ് അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? വിജയേട്ടനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിലൊന്നുമില്ല, ഒരുപാട് പറയാനുണ്ട്. അത് ഒരു മിനിറ്റ് കൊണ്ടൊന്നും തീരില്ല. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ എക്കാലത്തെ ഇന്ത്യ കണ്ട ഗ്രേറ്റ് ഫുട്ബോളാണ്. അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ഐക്കൺ ഞങ്ങളായിട്ടും. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജനറേഷൻ, ഞാൻ കളിക്കാൻ ആഗ്രഹിച്ച സമയത്ത് എന്നെ കളിക്കാൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ള 2 വ്യക്തികളാണ്. ഒന്ന് മറഡോണ, അത് കഴിഞ്ഞ IM വിജയേട്ടൻ്റെ കളികൾ കാണാത്ത സ്ഥലങ്ങളില്ല. എൻ്റെ വാപ്പയെ ഒരു ഫുട്ബോൾ ഭയങ്കരമായിട്ട് എൻ്റെ ഫാമിലി ഫുട്ബോൾ ഫാമിലിയാണ്. എൻ്റെ വാപ്പ കളിക്കൂല, പക്ഷെ എൻ്റെ അമ്മമാരും എളാപ്പന്മാരൊക്കെ ഗ്രേറ്റ് പ്ലേയേഴ്സാണ്. എല്ലാവരും കളിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ വാപ്പ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്ന ആരറിയോ? വിജയേട്ടൻ്റെ കളി കാണാൻ. എവിടെ സെവൻസ് ഉണ്ടോ, എവിടെ കോഴിക്കോട് തൃശ്ശൂർ ഭാഗങ്ങളിൽ സെവൻസ് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകും. അത്ര പോകാൻ നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഉള്ളിൽ പതിച്ച ഒരു പ്ലെയർ വിജയേട്ടനാണ്. അദ്ദേഹം കാണിച്ച ഇന്ദ്രജാലങ്ങൾക്ക് എന്താണ് ഒരു രക്ഷയില്ലട്ടോ. അത്ര രോമാഞ്ചം പൊന്തും. അത്രയ്ക്കും ഗ്രേറ്റാണ് അദ്ദേഹം. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു, സന്തോഷ് ട്രോഫി കളിച്ചു, ഇന്ത്യൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ എന്താ പറയുക,
സെവൻസ് ഒരുമിച്ച് എതിരും ഒരുമിച്ചും കളിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ്. ഇപ്പം മൈ എൽഡർ ബ്രദർ, എൻ്റെ ഒരു ബ്രദർ പോലെയാണ് എന്നെ, അങ്ങനെയാണ് ഒരു അനിയനെ പോലെ. എപ്പോഴും ഞങ്ങൾ അഡ്വൈസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത്രമാത്രം ഞങ്ങളൊരു ബോസാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഈ മലപ്പുറത്ത്, എൻ്റെ സ്വന്തം നാട്ടിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഏത് ഡിസ്ട്രിക്റ്റും ആഗ്രഹിക്കും IM വിജയനെ പോലുള്ള ഒരാളുടെ റിട്ടയർമെൻറ്റ് ഇത് ഡിസ്ട്രിക്റ്റിലാവണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി മലപ്പുറത്ത്. ഫുട്ബോളിൻ്റെ മക്ക എന്ന് പറയപ്പെടുന്ന മലബാറുകൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മലപ്പുറമാണ്. അദ്ദേഹത്തിന് ഏറെ പ്രാധാന്യം ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം. അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കാനും ഈ ഒരു പ്രോഗ്രാമിന് ചടങ്ങിനും പറ്റിയതിൽ എൻ്റെ എക്കാലത്തും വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഈസ് എ ലെജൻഡ്, ലിവിങ് ലെജൻഡ്. ഗ്രേറ്റ്. താങ്ക് യു. സിനിമ നടനോ വിജയൻ സാറിന്റെ കൂടെ ഫുട്ബോൾ കളിക്കാനും പറ്റിയിട്ടുള്ള ബാവാക്കാക്ക് വിജയൻ സാറിനോട് ചോദിച്ചപ്പോൾ മലപ്പുറത്ത് കളിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമാണെന്ന് പറഞ്ഞു. ബാവാക്കാക്ക് അതിലെന്താ പറയാനുള്ളത്? ആ ഒരു വാക്കല്ല, അതിൽ വലിയൊരു വാക്ക് IM വിജയൻ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് മലപ്പുറം ആണ് ഫുട്ബോളിന്റെ, അല്ലെങ്കിൽ മലബാറാണ് ഫുട്ബോളിന്റെ മക്ക. ഒരിക്കലും കൽക്കത്തല്ല ഫുട്ബോളിന്റെ മക്ക എന്ന് IM വിജയൻ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ IM വിജയനെ പോലെ ഫോറിൻ ആക്ടിവിറ്റീസ് ഉള്ള ഇത്രയും ലെജൻഡായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു കളിക്കാരൻ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അത്രമാത്രം വിത്ത് ബോള്, ആ ബോളുമുള്ള അദ്ദേഹത്തിൻ്റെ കൺട്രോള്, അത് മാത്രമല്ല വിജയൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഓപ്പൺ സ്പേസിലേക്ക് ഫുട്ബോൾ കളിക്കാനുള്ള അയാളുടെ ഞാൻ വിലയിരുത്തിയ ഏറ്റവും വലിയൊരു എന്താ പറയുക മിടുക്ക്. അതായത് ബോൾ ഉള്ളിടത്ത് IM വിജയൻ ഒരിക്കലും ഓടില്ല. ബോൾ ഇല്ലാത്ത ഗ്രൗണ്ടിൻ്റെ സ്പേസ് എവിടെ കിടക്കുന്നു അവിടെ പോയിട്ട് ആ ഗോൾ സ്വീകരിച്ചിട്ട് ടീമിനെ കളിപ്പിക്കാനും ഗോളടിക്കാനൊക്കെ ഉള്ള ഒരു അപാരമായ കഴിവ് IM വിജയനുണ്ട്. ഞാൻ IM വിജയനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാലും തീരാത്ത അത്ര കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ IM തന്നെ ലോകത്തോട് IMൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലൂടെയുള്ള കാരിയർക്കുള്ള വരവൊക്കെ IM തന്നെ വിജയിച്ചു വരുന്നുണ്ട്. പത്രമാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വിജയനെ കുറിച്ചുള്ള റീലുകളും അതുപോലെ തന്നെ റിപ്പോർട്ടുകളൊക്കെ തന്നെ ആ മനുഷ്യനെ മലപ്പുറം എത്രമാത്രം സ്നേഹിക്കുന്നു, ആ മനുഷ്യൻ മലപ്പുറത്തുകാരെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും വലിയൊരു തെളിവാണ്. എന്തായാലും വളരെ സന്തോഷകരമായ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഓക്കെ, താങ്ക് യു. ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്ന മലപ്പുറത്ത് IM വിജയൻ സാറിന്റെ ഒരു റിട്ടയർമെന്റ് മാച്ചും സംഭവങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് മുൻകൈയിട്ട് ഇറങ്ങാൻ മലയിൽ ഗ്രൂപ്പിന് സാധിച്ചു. അതിലെന്താ പറയാനുള്ളത്? വർഷങ്ങളായിട്ട് IM വിജയനേറ്റവും ഞങ്ങൾ ഒരു സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തിയാണ്. കാരണം പൊതുവെ നിങ്ങൾക്കറിയാം മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ മക്ക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റിട്ടയർമെൻ്റ് ഇല്ല. എപ്പോഴും മൂപ്പരെ സംബന്ധിച്ച് റിട്ടയർമെൻ്റ് അല്ല ഞങ്ങൾ കൊടുക്കേണ്ടത്. ഞങ്ങൾ ഇവിടെ സ്ഥിരം സംവിധാനം അവർക്ക് ഏർപ്പെടുത്താനുള്ള സംവിധാനം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഷറഫ് അലി സാർ അടക്കം ഞങ്ങൾ വന്ന് സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നല്ലൊരു പരിപാടി അറേഞ്ച് ചെയ്തത്. റിട്ടയർമെൻ്റ് ഇല്ല, വീണ്ടും മൂപ്പരെ എല്ലാം ഇവിടെ നിലനിർത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങളിവിടെ തൊട്ടുണ്ട്. നല്ല പൊരിഞ്ഞ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ടീമിലെ, ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസങ്ങളുടെ മത്സരമാണ് ഇന്ന് മലപ്പുറത്ത് വളരെ ആവേശത്തോടുകൂടി ഒരുപാട് കാണികളും മറ്റൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ പറ്റിയതിൽ വളരെ നല്ല സന്തോഷമാണ്.